ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കാൻ അധികം ആളുകൾക്കും ഭയമില്ല. കാരണം എന്തെന്നറിയാമോ? ഇവരിനി ഇല്ലാതാക്കാൻ വിചാരിച്ചാൽ തന്നെയും എത്ര പേരെ ഇല്ലാതാക്കിയാലാ ഇസ്ലാം സംരക്ഷിക്കപ്പെടുക? എത്ര പേരെ ഇല്ലാതാക്കിയിട്ട് ഇവർക്ക് ഇസ്ലാം മത വിമർശനം നിർത്താൻ സാധിക്കും? ഇവര് കുറച്ച് ശിഖണ്ഡികളെ ഇറക്കും. ശിഖണ്ഡികൾ മോശമാണെന്നല്ല കേട്ടോ. ഇവര് അങ്ങനെ ചില ആളുകളെ ഇറക്കി നമ്മളെ പ്രതിരോധിക്കാൻ ശ്രമിക്കും തോറും ഇസ്ലാം വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം ഇന്ന് ജനങ്ങൾക്ക് വേണ്ടത് വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളാണ്. ഇപ്പോൾ ഞാനൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഖുർആനും ഹദീസും ഇസ്ലാം മത പ്രഭാഷകരുടെ പ്രഭാഷണങ്ങള്, ഖുർആനിന്റെ വിശദീകരണങ്ങള്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങള്, അതുപോലെ തഫ്സീറുകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് വിമർശിക്കാറുള്ളത്. അപ്പൊ നമ്മളെ 4 തെറി പറയണമെങ്കിൽ ഹായ് പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങുന്നത്. അവള് വന്നിട്ടുണ്ട്. ഹായ് പ്രിയമുള്ളവരെ. പ്രിയമില്ലാത്ത ആരുമില്ലേ? ഇങ്ങനെയൊക്കെ അല്ലാതെ പറയുന്ന വസ്തുതകളിൽ നിന്നിട്ട് സംസാരിക്കണമെങ്കിൽ ഇതിനകത്ത് ആള് താമസം വേണം. അപ്പൊ അതില്ല. അതുകൊണ്ട് ഇന്ന് ഇസ്ലാം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇത്രയധികം വിമർശിക്കപ്പെടുന്നത്, എന്തുകൊണ്ടാണ് ഇസ്ലാം എപ്പോഴും എയറിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, താഴെ ഇറങ്ങാതെ, ഇന്ന് ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഇസ്ലാമിനെ വിമർശിക്കാനോ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകളും ഓഡിയോകളും പ്രചരിപ്പിക്കാനോ ചിത്രീകരിക്കാനോ ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് തൻ്റെതായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്താനോ ഇന്ന് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒന്നും ഭയമില്ല. കാരണം എന്തെന്നറിയാമോ? പറയുന്നത് സത്യമാണ് എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. തങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അവരുടേതായിട്ടുള്ള അഭിപ്രായത്തിൽ അത് രേഖപ്പെടുത്താൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകന്റെ ഭാര്യയും ഉമറിന്റെ മകളുമായ ഹഫ്സയോട്, ഹഫ്സ വാപ്പ വിളിക്കുന്നുണ്ട് മോളെ, ഒന്ന് പോയി നോക്കിയിട്ട് വായോ എന്ന് പറഞ്ഞു. ശരി എന്നാ നബി അണ്ണ, ഞാൻ പോയിട്ട് വരാം. ഉടനെ ഹഫ്സ എല്ലാം ചുറ്റി വരിഞ്ഞ് കെട്ടി വാപ്പയെ കാണാൻ പോയി. വാപ്പ അല്ല, മോളെ സുഖല്ലേ, വായോ മോള് ചായയൊക്കെ കുടിച്ചിട്ട് ചോറൊക്കെ തിന്നിട്ട് പോയാൽ മതി. അല്ല അപ്പൊ എനിക്ക് പോയിട്ടേ ധൃതിയുണ്ട്, ഞാൻ ആളെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്, അത്ര വലിയ വിശ്വസിക്കാൻ പറ്റുന്ന കക്ഷിയൊന്നുമല്ല, അപ്പൊ വാപ്പ വിളിക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ടില്ലല്ലോ മോളെ, അന്ന് ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല വാപ്പ നബിയണ്ണന്റെ വാട്സപ്പിൽ മെസ്സേജ് വല്ലതും അയച്ചിരുന്നു? ഇല്ല മക്കളെ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ബോട്ടിം വെച്ച് വിളിക്കുക വല്ല ഇവിടെ ഇത് വാട്സപ്പിൽ തന്നെ റേഞ്ചൊക്കെ ഉള്ളു, അപ്പൊ ഇനി എന്തിനാ ബോട്ടിം വെക്കാം, നമ്മളിത് മെയിലൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ കക്ഷി എന്നെ എന്തിനാണ് വാപ്പ വിളിക്കണമെന്ന് പറഞ്ഞു? മക്കളെ ഞാൻ വിളിച്ചിട്ടില്ല. ആളിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എന്തോ വശപ്പിശകുപ്പിക്കാനാണ് ഹഫ്സയ്ക്ക് മനസ്സിലായി. നുണ പറഞ്ഞ് എന്നെ വാപ്പാടെ അടുത്ത് വിടാത്ത നബിയണ്ണൻ പോകാൻ പറഞ്ഞു. വിട്ട് പോയി ഹഫ്സ തിരിച്ച്. അപ്പൊ ഉമർ വിളിച്ചു, മോളെ ഇല്ല വാപ്പ ഇപ്പൊ വന്നാൽ ശരിയാവത്തില്ല, ചില കാര്യങ്ങൾ എനിക്ക് ലൈവായി പിടിക്കാനുണ്ട് പിതാവേ, ഞാൻ പോയി പിടിച്ചിട്ട് വരാം. അങ്ങനെ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചയുണ്ടല്ലോ, അത്ര സുഖകരമായിരുന്നില്ല എന്ന് മാത്രമല്ല, ഏതൊരു ഭാര്യയും ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത, മാനമര്യാദയുള്ള ഭാര്യമാര് കേട്ടോ, ആത്മാഭിമാനമുള്ള ഭാര്യമാര്, കൂട്ടി കൊടുക്കുന്ന ആൾക്കാർ വേറെയുണ്ട്, കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ദൃശ്യം ലൈവായി കണ്ടു. കെട്ടിയവൻ വേറൊരുത്തിയുടെ കൂടെ കളിക്കുന്നത് ലൈവായിട്ട് ഹഫ്സ കണ്ടു. അന്ന് ഇതുപോലെ നെറ്റും ബോൾട്ടും ഒന്നുമുള്ള സൗകര്യങ്ങളൊന്നുമുള്ള വീടൊന്നും അല്ലല്ലോ, പായയും തുണിയും ഒക്കെ കൊണ്ടൊക്കെ ചുറ്റിയിരിക്കുന്നതല്ലേ. ഒന്ന് നോക്കിയപ്പോ പോയതുപോലെയല്ല വീട് കിടക്കുന്നത്. റൂമിന്റെ അവിടെയൊക്കെ കർട്ടനൊക്കെ ഇട്ടിരിക്കുന്നു. ഒന്ന് മറച്ചു നോക്കിയപ്പോൾ സൂപ്പർ കളി നടക്കുകയാണ്. ശരി, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇനിയിപ്പോ ഒരു മുസ്ലിം പുരോഹിതൻ തന്നെ പറയണത് നിങ്ങളൊന്ന് കേൾക്കുക. ഞാനൊക്കെ പറഞ്ഞാല് ഇസ്ലാമിനോടുള്ള എന്തോ വെറുപ്പ് കൊണ്ട് പറയുന്നതാണെന്ന് പറയുമല്ലോ, ഒരു മുസ്ലിം പുരോഹിതൻ പറഞ്ഞാലോ? ഖുർആനും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിം പുരോഹിതർ തന്നെ ഈ വിഷയം പബ്ലിക്കിൽ വന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? നോക്കൂ, നമ്മൾ പറഞ്ഞാൽ പ്രശ്നമാണ്. എന്റെ ഭാഗത്ത് നിന്ന് ഒരു അനിഷ്ടം എന്റെ ഭാര്യമാർക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആ ദിവസം സത്യത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ്.
ഹഫ്സയുടെ വീട്ടിൽ വെച്ച് എന്തൊരു അനീതിയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ടോസ് ഇട്ടെടുത്ത് ആണ്ടിലും സംക്രാന്തിക്കും മാത്രമാണ് ഓരോ ഭാര്യമാരുടെ അടുത്ത് നബി വരുന്നത്. പിന്നെ രാത്രിയും പകലും ഒക്കെ ഓരോ മണിക്കൂർ കൊണ്ട് 40 പുരുഷന്റെ ഒക്കെ ശക്തിയിൽ സെക്സ് ചെയ്തിട്ട് പോകുന്ന ആളാണ് നബി എന്നൊക്കെ പറയുന്നത്. എന്നാലും ഇവർക്ക് ആസ്വദിക്കാനുള്ള സമയം കിട്ടുന്നൊന്നും അറിയത്തില്ല. എന്തായിരുന്നാലും ഇന്നത്തെ ടോസ് ഇട്ടെടുത്തത് ഹഫ്സയ്ക്കായിരുന്നു. ഹഫ്സയ്ക്കു വേണ്ടി വീതം വച്ച ദിവസത്തിൽ നബി വേറൊരു പെണ്ണുമായിട്ട് ചെയ്തത് ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകരുതേ. ഒന്നും കൂടി കേൾക്കാം. എന്റെ ഭാഗത്ത് നിന്ന് ഒരു അനിഷ്ടം എന്റെ ഭാര്യമാർക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി. എന്ത് പരസ്പര വിരുദ്ധമാണ് ഉസ്താദെ ഈ പറയുന്നത്? എന്റെ ഭാഗത്ത് നിന്നും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ തന്റെ ഭാര്യമാർക്കുണ്ടാകരുത് എന്നുണ്ടായിരുന്ന ആളായിരുന്നെങ്കിൽ ഒരിക്കലും വേറൊരുത്തിയെ വിളിച്ച് ഭാര്യ കിടക്കുന്ന മുറിക്കകത്ത് കൊണ്ടുവരുമായിരുന്നില്ല. മിനിമം അത്രയെങ്കിലും ചെയ്യുമായിരുന്നില്ലേ? നമുക്കിവിടെ വെച്ച് വേണ്ട. നമുക്ക് ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടമുണ്ടല്ലോ അവിടെ സാധാരണ ഡിങ്കോ ഡൽഫിയൊക്കെ ആൾക്കാരെ വിളിക്കാറുള്ളത്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചു മടങ്ങി വരാൻ. ഇത് ഹഫ്സയുടെ വീടാണ്, ശരിയാകത്തില്ല. അങ്ങനെയെങ്കിലും നബി അണ്ണൻ ചിന്തിക്കേണ്ടിയിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. കേട്ടോ, തന്റെ ഭാര്യമാർക്കൊരു പ്രശ്നമുണ്ടാകരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്ന പ്രവാചകൻ തുടക്കം തന്നെ പരസ്പര വിരുദ്ധമായിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ പറഞ്ഞത് എന്താ? ഹഫ്സയുടെ ബെഡിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള പ്രവാചകന്റെ ലൈവ് ദൃശ്യങ്ങൾ ഹഫ്സ കാണുന്നു. ഞാൻ പറഞ്ഞതല്ലോ, ആണോ? ശ്രദ്ധിച്ചത് കേട്ടോ, പിന്നെ കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആ ദിവസം സത്യത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ്. ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിൽ ഏർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികം. എന്തിനാ ഉസ്താദെ വളക്കി ഒടിക്കുകയൊക്കെ ചെയ്യുന്നത്? ലൈവായി കണ്ടോണ്ട് വന്നു. അതല്ലെങ്കിൽ നബി പറയണം, അസാ നീ പോയി കഴിഞ്ഞപ്പോഴേ ഞാൻ മറ്റുള്ളവരുടെ ഡിങ്കുടാൽഫൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? അതല്ലെങ്കിൽ ആ സ്ത്രീ പറയണം, നിന്നെയൊക്കെ എന്തിന് കൊള്ളാടി? ഞാൻ കണ്ട ആളെ സൂചിപ്പിച്ചിട്ട് നിൽക്കുക, തൃപ്തിപ്പെടുത്തിയിട്ട് നിൽക്കണം. ആളുടെ മുഖത്തൊന്നും നോക്കിക്കനി. ഇത് രണ്ടും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. നബിയും പറയില്ല താൻ വ്യഭിചരിച്ച കഥ, വ്യഭിചരിക്കപ്പെട്ട സ്ത്രീയും പറയില്ല. പിന്നെ ഹഫ്സ എങ്ങനെ അറിഞ്ഞു എന്നാണ് ഉസ്താദ് പറഞ്ഞു വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഹഫ്സ ലൈവായി കളി കണ്ടുകൊണ്ട് വന്നു. ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു. അവർ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നീരസം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. സംഭവം എന്റെ ദിവസത്തിലും എന്റെ വീട്ടിലും വെച്ചായിരുന്നു നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്. അല്ലാതെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണെന്നല്ലേ അതിനകത്തുനിന്ന് മനസ്സിലാകുന്നത്? നബി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നറിയാം. പക്ഷേ എനിക്ക് പറഞ്ഞ ദിവസം എന്റെ വീട്ടിൽ വെച്ചിട്ട് ശരിയായിട്ടില്ല കേട്ടോ. അപ്പൊ പുറത്ത് വെച്ചിട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല എന്നാണോ? വേറെ ആർക്കെങ്കിലും വേണ്ടി ടോസ് ഇട്ട് എടുക്കപ്പെട്ട ദിവസം ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്നാണോ? എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇനിയിപ്പൊ ഈ കാഴ്ച കാണുന്നത് ഖദീജയാണെങ്കിൽ അന്ന് നബിയുടെ തല താലത്തിൽ ഇരുന്നേനെ. ഖദീജയെ നബിക്കും പഠിച്ചവനും ഒക്കെ പേടിയാ. അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യോ, അങ്ങനെയാണ് നബിക്ക് മനസ്സിലായി കേട്ടോ. അയ്യോ, ഹഫ്സയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഹഫ്സ അല്ലെങ്കിൽ തന്നെ പൂമാല വിരിച്ച് സ്വീകരിക്കേണ്ടുന്ന ഒരു കർമ്മമാണല്ലോ കെട്ടിയും ചെയ്തിട്ട് നിൽക്കുന്നത്. എന്ത് ഉസ്താദേ, ആലങ്കാരികമായിട്ട് പറഞ്ഞതായിരിക്കും അല്ലേ? സാഹിത്യമാണ്. ശരി, മനസ്സിലായി. അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു, ഹറാമുൻ അലയ്യ, എങ്കിൽ ഇനി ഞാൻ. അയ്യോ ഹഫ്സ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ആളുമായിട്ട് കളിച്ചതൊന്നും, ഇനി മുതലാണ് എനിക്ക് ഹറാമാന്ന്. നീ ഇനിയും തൽക്കാലം സമാധാനമായിട്ട് ഇന്നത്തെ കളി കഴിഞ്ഞല്ലോ, ഇനി മുതൽ ഒരു ഹറാമായിക്കോട്ടെ. ശരി, അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഞാനത് എനിക്ക് നിഷിദ്ധമാക്കി. എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല, നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് പറയാണ്. ഭാര്യയെ, ഇനി ഒരിക്കലും ഞാൻ അവരുമായിട്ട് ചെയ്യത്തില്ല കേട്ടോ. ആ കാര്യത്തിൽ നിനക്ക് ഞാൻ ഉറപ്പ് തരാം.
ഒരിക്കലും ഒരു സ്ത്രീയുമായിട്ടും അങ്ങനൊന്നും ചെയ്യത്തില്ല. നബി തന്ത്രജ്ഞനാ. സകലമാന സത്യവിശ്വാസികൾക്ക് ഞാൻ വാപ്പയാണടാ എന്ന് പറഞ്ഞില്ല. എൻ്റെ ഭാര്യമാരൊക്കെ നിങ്ങളുടെ ഉമ്മമാരാണടാ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങൾക്ക് ലോ കിട്ടും. കക്ഷിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് ആ പെണ്ണിനെ നിനക്ക് വേണ്ടി പിടിച്ചില്ല അല്ലേ, എന്നാ പെണ്ണ് പൊയ്ക്കോ നീ വീട്ടിൽ എനിക്ക് ബന്ധമൊന്നുമില്ല കേട്ടാ എന്ന് പറഞ്ഞു. നിനക്ക് വിഷമം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്തല്ല. ഞാൻ വിചാരിച്ചു നിനക്ക് വലിയ സന്തോഷമാകുമെന്നും. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത്. അത് പറയണമായിരുന്നല്ലേ. കളി ലൈവായി കണ്ടോണ്ട് വന്നിട്ട് ഈ സ്ത്രീ അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ നബി ഇനി ഞാൻ അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ പെടത്തില്ല എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ചുമ്മാ അങ്ങ് പറഞ്ഞതാണല്ലേ, തലൊരു വഴിക്ക് പോകണതല്ലേ, അതുകൊണ്ട് എന്ന് പറഞ്ഞില്ല. അതല്ലെങ്കിൽ ഹഫ്സയല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല, സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല. ഹഫ്സ മാത്രല്ല, എല്ലാ പെണ്ണുപിള്ളമാരുടെ ഇത് തന്നെ നബി ചെയ്തിട്ടുണ്ടെന്ന് ഉസ്താദിന് മനസ്സിലായല്ലേ. അപ്പൊ മറ്റേ ഭാര്യമാരൊന്നും ഇതുപോലെയുള്ള ലൈവ് കളികൾ കണ്ടപ്പോൾ നിങ്ങൾ വ്യഭിചാരമാണ് ചെയ്തതല്ലേ എന്ന് പറഞ്ഞില്ല. ഒരാൾ നമ്മുടെ വീട്ടിൽ കയറി മോഷ്ടിക്കുന്നെങ്കിൽ പിടിച്ചാല് നീ മോഷ്ടിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് മോഷണമാകത്തില്ല അല്ലേ. അനുചരന്മാര് പറഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള ഒരു പദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല. ഇത് നബി ഡെങ്കോഡാൽഫി ചെയ്തല്ലേ, അങ്ങനെ ചോദിച്ചുള്ളൂ. മറ്റുള്ളവയിട്ട് കളിച്ചിട്ട് വരികയാണ്. വ്യഭിചരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ശരി ഓക്കെ. തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ നബി സല്ലല്ലാഹു അലൈഹി അല്ല, അതിനു മുമ്പ് തന്റെ വീട്ടിലേക്ക് വേറൊരു പെണ്ണിനെ വിളിച്ചു വരുത്തിയത് ഭാര്യക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണല്ലേ. ഹഫ്സ ഗ്രൂപ്പുകളെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നാണ് നബി വിചാരിച്ചത്. ശരി. എന്ത് ചെയ്തു? ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയും ചെയ്തു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി. ഇവിടെയാണ് ഹഫ്സ കളി കണ്ടു. ശരി, നബിയോട് ചോദിച്ചു. നബി പറഞ്ഞു ഇനി മേലെ ഞാൻ അവരുമായിട്ടൊന്നും ചെയ്യത്തില്ല, പോട്ടെ എന്ന്. ഇത് കേട്ട് ഇങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ചോൻ നോക്കുമ്പോൾ ഇവൻ കളി നിർത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആകാശത്തിൽ ഒരു എന്റർടൈൻമെന്റും ഇല്ലല്ലോ. പടച്ചോൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഒരു സമാധാനമുള്ളത് അരിമണിയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പേരെഴുതി പടച്ചോന്റെ കാഴ്ചയൊക്കെ തന്നെ പോയി കാണും. ഓരോ അരിമണിയിലും പേരെഴുതി. പടച്ചോനാണെങ്കിൽ ജൂതന്റെ അച്ഛനൊന്നും ഉപയോഗിക്കത്തുമില്ല. അങ്ങനെ വരുമ്പോൾ അരിമണിയിലൊക്കെ ഇങ്ങനെ എഴുതി മുഹമ്മദ് അബ്ദുൽ ഖാദർ, അബ്ദുൾ റഹ്മാൻ ഇതൊക്കെ എഴുതണമെങ്കിൽ കുറച്ച് പാടല്ലേ. ഈ ആകെ ഇടയ്ക്കുള്ളൊരു സമാധാനം എന്ന് പറഞ്ഞാൽ നബി 30 പുരുഷന്റെ കുതിരശക്തിയിൽ കളിക്കുമ്പോൾ അതൊന്ന് എത്തി നോക്കുക എന്നുള്ളത് മാത്രമാണ് പടച്ചോന്റെ സമാധാനം. ഇനി ഇയാളത് ചെയ്യത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും പടച്ചോനെ ഇട്ടി വിട്ടു ഏറ്റതുപോലെ ആയിപ്പോയി. ശരി, പടച്ചോൻ പറയും. വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വചനം അവതരിപ്പിച്ചു. എടുത്തു പരിശോധിച്ചു നോക്കും. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 1-ാമത്തെ വചനം തന്നെ അതാണ്. എന്താ അല്ലാഹു പറഞ്ഞത്? യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർളാത അസ്വാജി. കേട്ടോ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലിമ തുഹരിമു, നീ ഹറാമാക്കുന്നോ, മാ അഹല്ലല്ലാഹു ലക്, അല്ലാഹു നിനക്ക് അനുവദനീയമായി തന്ന അനധികൃതമായിട്ടുള്ള ഗ്രൂപ്പ് കളികൾ, ഒറ്റപ്പെട്ട കളികൾ, ആരെയും കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നീ ഹറാമാക്കുന്നോ. മർളാത്യസ്വാജിക്ക്, നിന്റെ ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി എന്നെ നിരാശപ്പെടുത്തിയോ നീ. വല്ലാഹു ഗഫൂറുർ റഹീം. ഓ പ്രവാചകരെ, നിനക്കറിയില്ലേ പടച്ചോൻ എത്ര കാരുണ്യവാനാണ്, ഗഫൂറാണ്, പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഭാര്യമാരോട് അടങ്ങിവിട്ടിരുന്നോളാം പറ. നീ കളിച്ചു, ഞാനിരുന്ന് കണ്ട ആസ്വദിക്കാം, മാർക്കിടാം. ലിമ തുഹരിമു, നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത്? മാ അഹല്ലല്ലാഹു ലക്, അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഉണ്ടോ, അല്ലാഹു നിഷിദ്ധമാക്കിയതല്ല, അത് വ്യഭിചാരമായിരുന്നില്ല. അത് എന്തിനാണ് നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞത്? ഹലാൽ കളി. ശരി. നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി അള്ളാഹ് അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവാചകനെ തിരുത്തുകയായിരുന്നു. ശരിയാണ്. സത്യം പറഞ്ഞാൽ നബിക്ക് അവിടെ തെറ്റുപറ്റി കേട്ടോ. ഇനിമേലെ അവരെ ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞു കളഞ്ഞേ. ഇനിയും ഞാൻ ആർക്കും ഇതിനെ സംബന്ധിച്ച് ഭയമില്ല എന്ന് പറയാനുള്ള കാരണം, ഈ ഉസ്താദിന്റെ വീഡിയോ വെച്ചിട്ട് ഒരു ഇത് നടക്കുന്നത് രസകരമായിട്ടുള്ളൊരു വീഡിയോ. ഇതാണ് ഈ ഉസ്താദിന്റെ വീഡിയോ. ഇതാണ് റഫീഖ് സലഫി. ഇനിയിപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. എത്തി നോക്കുവാണ് ഹഫ്സയും നബിയും, അല്ല നബിയും അടിമപ്പെണ്ണും. ഇങ്ങനത്തെ ഡിങ്കോഡാൽഫിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ,
ഓ, ആർക്കും ഇന്നങ്ങനെ ഭയമില്ല. ഇതൊരു മുസ്ലിം പെൺകുട്ടിയാണ്, തട്ടമിട്ട ഒരു പെൺകുട്ടിയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നതും അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതും. കാണിക്കുന്നില്ല, ഞാൻ പേര് കാണിച്ചുതരാം, പേര് പറഞ്ഞുതരാം. അഫിയ ഫാത്തിമ. ഫേക്ക് ഐ ഡി അല്ല, റിയൽ ഐ ഡി ആണ്. ഫോട്ടോ ഇട്ടിട്ട് ഇപ്പം മനസ്സിലായോ ഇസ്ലാം എന്താണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓരോ മുസ്ലിം പെൺകുട്ടികളും ഏറ്റെടുത്ത് സർവ്വവ്യാപകമായി പ്രചരിപ്പിക്കുന്നുമുണ്ട്. കാരണം ഇന്ന് ബുദ്ധിയും യുക്തിയുമുള്ള ജനതയുടെ കാലഘട്ടമാണ്. അവർ ചിന്തിക്കും, അതിനനുസരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യും. ഹഫ്സയുടെയും മുഹമ്മദ് നബിയുടെ അവിഹിത വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തന്നെ അവിഹിതമാണ്, വ്യഭിചാരത്തിൻ്റെയും ഒക്കെ കഥകൾ വളരെ രസകരമായി ചിത്രീകരിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. ഹഫ്സയുടെ വീട്ടിൽ വെച്ചിട്ട് നബിയും മാരിയത്തുൽ ഖിബ്തിയും തമ്മിൽ നടന്ന കളി ഡോക്യുമെൻ്ററി രൂപത്തിലും പലപ്പോഴും ഞാനെടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്ന് മനുഷ്യന് ധൈര്യം വെച്ച് ചിന്തിക്കാൻ, അത് തുറന്നു പറയാനും. നന്ദി.